ആ നമ്മുടെ അഖില മോളൊന്ന് വായിച്ചേ. ഹലോ. sir. January 1st, Global Family Day. January 9, Pravasi Bharati Divas, Non-Resident Indian Day. January 10, World Hindi Day. January 12, National Youth Day, Swami Vivekananda birthday. January 15, National Army Day. January 23, Desh Prem Divas, Netaji Subhash Chandra Bose birthday. January 24, National Girl Child Day. January 25, National Voters Day, National Tourism Day. January 26, India's Republic Day and International Customs Day. January 30, World Leprosy Eradication Day, last Sunday of January. National Cleanliness Day. Martyrs Day, Mahatma Gandhi's Death Day. February. മതി 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 February 4th. മതി മതി അതിലേതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണം. January 30 പറയാം സർ. നോക്കൂ, വേൾഡ് ലെപ്രസി ഇറാഡിക്കേഷൻ ഡേ. എന്തുവാ ലെപ്രസി? കുഷ്ഠം. അതെ, കുഷ്ഠരോഗ നിർമാർജന ദിവസം. അത് ലാസ്റ്റ് സൺഡേ ഓഫ് ജാനുവരി ആണ്. ഇപ്പോൾ ജാനുവരിയിലെ ലാസ്റ്റ് സൺഡേ 30 ആണെങ്കിൽ 30, 31 ആണെങ്കിൽ 31. ഓക്കെ. വേൾഡ് ലെപ്രസി ഇറാഡിക്കേഷൻ ഡേ, ദേശീയ ലോക കുഷ്ഠരോഗ നിവാരണ ദിവസം. അടുത്ത് നാഷണൽ ക്ലീൻലിനെസ് ഡേ, ദേശീയ ക്ലീൻ ഡേ. ക്ലീൻലിനെസ് ഡേ എന്ന് പറഞ്ഞാൽ എന്തുവാ? സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പ്രധാനമന്ത്രിയും ഇറങ്ങി നമ്മുടെ രാജ്യം വൃത്തിയാക്കണമെന്ന്. ഓക്കെ. മാർട്ടിയസ് ഡേ. മാർട്ടിയസ് ഡേ എന്ന് പറഞ്ഞാൽ എന്തുവാ? രക്തസാക്ഷി ദിനം. ആരുടെ രക്തസാക്ഷി ദിനം? മഹാത്മാഗാന്ധി വെടിവെച്ച് കൊല്ലപ്പെട്ട ദിവസം രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. അത് ജാനുവരി 30. വേറെന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണോ? വേണ്ട സർ. സരിക വായിച്ചേ. ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്. ജനുവരി 1st, ഗ്ലോബൽ ഫാമിലി ഡേ. January 9th, പ്രവാസി ഭാരതീയ ദിവസ്, നോൺ റെസിഡന്റ് ഇന്ത്യൻ ഡേ. January 10, വേൾഡ് ഹിന്ദി ഡേ. January 12th, നാഷണൽ യങ് ഡേ, സ്വാമി വിവേകാനന്ദാസ് ബർത്ത്ഡേ. January 15th, നാഷണൽ ആർമി ഡേ. January 23rd, ദേശ് പ്രേം ദിവസ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബർത്ത്ഡേ. January 24th, നാഷണൽ ഗേൾ ചൈൽഡ് ഡേ. January 25, നാഷണൽ വോട്ടേഴ്സ് ഡേ, നാഷണൽ ടൂറിസം ഡേ. January 26th, ഇന്ത്യാസ് റിപ്പബ്ലിക് ഡേ ആൻഡ് ഇന്റർനാഷണൽ കസ്റ്റംസ് ഡേ. January 30th, വേൾഡ് ലെപ്രസി ഇറാഡിക്കേഷൻ ഡേ, ലാസ്റ്റ് സൺഡേ ഓഫ് ജാനുവരി. നാഷണൽ ക്ലീൻലിനെസ് ഡേ, മാട്രിയോട്സ് ഡേ, മഹാത്മാ ഗാന്ധീസ് ഡെത്ത് ഡേ. മക്കളെ ഒരു മിനിറ്റ്, ഞാൻ ഒരു കോൾ എടുത്തോട്ടെ. യെസ്, അടുത്ത ഫെബ്രുവരി നോക്കിയേ. അഖില വായിച്ചേ. February 4, World Cancer Day. February 5, Kashmir Day. February 6, International Day Against Female Genital Mutilation. February 13, National Women's Day, World Radio Day. February 14, Valentine's Day. February 20, World Day of Social Justice. February 21, International Mother Language Day. February 23, World Peace and Understanding Day. February 24, Central Excise Day. February 28, National Science Day, Discovery of Raman Effect by Sir C.V. Raman. യെസ്, അത് ഏതാ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? February 6 എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ ഭ്രൂണഹത്യക്ക് എതിരെയുള്ള ദിവസം. മ്യൂട്ടിലേഷൻ ഒരു ഡൗട്ട്. ഭ്രൂണഹത്യ. അമ്മയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്
പെണ്ണാണെന്നറിഞ്ഞാൽ അമ്മ നശിപ്പിച്ച് കളയും. അങ്ങനെയുണ്ട്, കൊള്ളാം. അമ്മയുടെ വയറ്റിലാണല്ലോ ആ കുഞ്ഞ് ജനിക്കുന്നേ. അത് നശിപ്പിച്ച് കളയണമെങ്കിൽ അമ്മയും കൂടെ ഒപ്പിടണ്ടേ? അപ്പോ ഭ്രൂണഹത്യ ആരാ ചെയ്യുന്നേ? സ്ത്രീകളാ ചെയ്യുന്നേ അല്ലേ? സ്ത്രീ ഈ ഭൂമിയിൽ ഇനി ജനിക്കേണ്ടെന്ന് സ്ത്രീയാണ് തീരുമാനിക്കുന്നത്. അടുത്ത ഏതെങ്കിലും പറയണോ? വേണ്ട. യെസ്, അപ്പോൾ വായിച്ചു കേൾക്കട്ടെ. ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ. ഫെബ്രുവരി 5 കാശ്മീർ ഡേ. 6 ഇന്റർനാഷണൽ ഡേ അഗൈൻസ്റ്റ് ഫീമെയിൽ ജെനൈറ്റൽ മ്യൂട്ടിലേഷൻ. ഫെബ്രുവരി 13 നാഷണൽ വുമൻസ് ഡേ, വേൾഡ് റേഡിയോ ഡേ. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. ഫെബ്രുവരി 20 വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. ഫെബ്രുവരി 21 ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ. ഫെബ്രുവരി 23 വേൾഡ് പീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഡേ. ഫെബ്രുവരി 24 സെൻട്രൽ എക്സൈസ് ഡേ. ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ, ഡിസ്കവറി ഓഫ് രാമൻ എഫക്ട് ബൈ സർ CV രാമൻ. അത് പഠിക്കാൻ എളുപ്പവഴിയാണ്. എന്താണെന്നറിയോ? എന്താ? സാധാരണഗതിയിൽ ഫെബ്രുവരിയിലെ അവസാനത്തെ ദിവസം ഏതാ? 28. ഫെബ്രുവരി അവസാനത്തെ ദിവസം നാഷണൽ സയൻസ് ഡേ. ഈ ദിവസമാണ് നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഡിസ്കവറി ഓഫ് രാമൻ എഫക്ട് ഡേ ആണ് നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. മനസ്സിലായോ? അതിനു മുമ്പേ ഇന്ത്യയിലെ ആരുടെയും തലയിലൊന്നും തോന്നിയിരുന്നേ. രാമൻ എഫക്ട് വന്നപ്പോഴാണ് ഇന്ത്യക്കാരൻ്റെ തലയിൽ എന്തെങ്കിലും തോന്നുന്നു. മനസ്സിലായോ? ഈ ഫെബ്രുവരി 13 കൺഫ്യൂസിങ് ആണല്ലേ? നാഷണൽ വുമൻസ് ഡേ, ഇന്റർനാഷണൽ വുമൻസ് ഡേ മാർച്ച് 8 അല്ലേ? ഇത് നാഷണലാ? ഇത് നാഷണൽ. മനുഷ്യനെ തെറ്റിക്കാനായിട്ട്. അടുത്തത് വായിച്ചോ അഖില മോളെ. മാർച്ച് 3 വേൾഡ് വൈൽഡ് ലൈഫ് ഡേ. മാർച്ച് 4 വേൾഡ് ഡേ ഓഫ് ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ. മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ. മാർച്ച് 13 വേൾഡ് റോട്ടറാക്ട് ഡേ. മാർച്ച് 15 വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ. മാർച്ച് 20 ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ്. മാർച്ച് 21 വേൾഡ് ഫോറസ്ട്രി ഡേ, ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ. മാർച്ച് 23 വേൾഡ് meteorological day. മാർച്ച് 24 വേൾഡ് TB ഡേ, ഇന്റർനാഷണൽ ഡേ ഫോർ അച്ചീവേഴ്സ്. ഏതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണോ അതിനകത്ത്? മാർച്ച് 23 എന്താ സർ? മാർച്ച് 23 നോക്കൂ. വേൾഡ് മെറ്റിയോറോളജിക്കൽ ഡേ. അത് ഒരു ഡൗട്ട് ഉണ്ട്. സർവേ അല്ലേ? നമുക്ക് സർവേ ഒക്കെ അല്ലേ? യെസ്. നമുക്ക് ഗൂഗിളിനും കൂടെ ഒന്ന് ചോദിക്കാം. ഗൂഗിൾ എന്താണ് ക്വസ്റ്റ്യൻ? METEOROGI അല്ലേ? Relating the branch of science concerned with the process of phenomena of atmosphere, especially in the names of forecasting the weather. എന്താണ് വെതർ കണ്ടീഷൻ? മനസ്സിലായോ? വെതർ കണ്ടീഷൻ. ലോകത്ത് വെതർ കണ്ടീഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു ദിവസമുണ്ട്. വെതറിനെ കുറിച്ചുള്ള പഠനം. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. എന്ന് കേട്ടില്ലേ? മെറ്ററോളജിക്കൽ ഡേ അതാണ്. പിന്നെ മാർച്ച് 20 ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. എന്താ? എന്റെ ബർത്ത്ഡേ മാർച്ച് 20. ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഉള്ള ദിവസമാണല്ലോ ജനിച്ചത്. പിന്നല്ല, ഞാൻ ഓൾവേസ് ഹാപ്പി അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെ. മനസ്സിലായോ?
sir. International Day of Mar- Happiness. മാർച്ച് 13 കൂടെ ഒന്ന് പറയോ? യെസ്, മാർച്ച് 13. വേൾഡ് എന്തെന്നാ? റൊട്ടറാക്ട് ഡേ അല്ലേ? റോട്രാക്ട്. റോട്രാക്ട് ഡേ. ROTRA സിറ്റി. ROTARCT കേട്ടോ. റോട്രാക്ട്. റോട്ടറാക്ട. ആ എന്താണ് റോട്രാക്ട് എന്ന് പറഞ്ഞാൽ? സെർവ്, സെലിബ്രേറ്റ് ആൻഡ് ഗീവ് എന്നാണ് റോട്രാക്ടിന്റെ മുദ്രാവാക്യം കേട്ടോ. സെർവ്, സെലിബ്രേറ്റ് ആൻഡ് ഗീവ്. ആൻഡ് ഗിവ്. ഓക്കെ. നോക്കൂ, വേൾഡ് റോട്രാക്ട് ഡേ ഒബ്സർവ്ഡ് ഇൻ മാർച്ച് 30 എവരി ഇയർ ടു റെക്കഗ്നൈസ് ദ സർവീസ് ഓഫേർഡ് ബൈ റോട്രാക്ടേഴ്സ് ത്രൂ ഔട്ട് ദ വേൾഡ്. റോട്രാക്ടേഴ്സ് വാസ് ബിഗൻ a Rotary International Youth Program in 1968 of North Carolina in USA. ഇപ്പോൾ വേൾഡ് റോട്രാക്ട് ഡേ സർവീസ് ചെയ്യുന്നതിന് വേണ്ടി, ഓക്കെ, സാമൂഹ്യ സേവനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംഘടനയാണ് ഏതാ? റോട്രാക്ട് ക്ലബ്ബ്. ഓക്കെ, അവരാഘോഷിക്കുന്ന ദിവസമാണ് മാർച്ച് 13, വേൾഡ് റോട്രാക്ട് ഡേ. അതിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സെർവ്, സെലിബ്രേറ്റ് ആൻഡ് ഗീവ് എന്നാണ്. ഓക്കെ, അപ്പോൾ മാർച്ച് 13 റോട്രാക്ട് ഡേ. വേറെ ഏതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണോ? മാർച്ച് 21 sir. മാർച്ച് 21 ലോക ഫോറസ്ട്രി വന ദിവസം. ലോകത്തെ വനങ്ങളെല്ലാം സംരക്ഷിക്കണം. എന്തിൻ്റെ ഭാഗമായിട്ട്? എൻവിയോൺമെൻ്റൽ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ലോകത്തിലെ എല്ലാ വനങ്ങളും സംരക്ഷിക്കണം. അടുത്തത് ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. എന്താ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ? ജാതിയുടെ ഒക്കെ പേരില്. അതെ, വർണ്ണ വിവേചനം. വർണ്ണ വിവേചനം പാടില്ല. അതിനുവേണ്ടി വർണ്ണവിവേചനം പാടില്ല എന്ന സന്ദേശം ലോകത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദിവസമായിട്ടാണ് മാർച്ച് 21 അറിയപ്പെടുന്നത്. അതിനെന്താ പറയും? എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഡേ, മാർച്ച് 21. ഓക്കെ, എനി അതർ? ഇല്ല സർ. യെസ്. അപ്പോൾ സരിക മോള് വായിച്ച് കേൾക്കട്ടെ. മാർച്ച് 3 വേൾഡ് വൈൽഡ് ലൈഫ് ഡേ. മാർച്ച് 4 വേൾഡ് ഡേ ഓഫ് ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ. മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ. മാർച്ച് 13 വേൾഡ് റോട്രാക്ട് ഡേ. മാർച്ച് 15 വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ. മാർച്ച് 20 ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ്. മാർച്ച് 21 വേൾഡ് ഫോറസ്ട്രി ഡേ. ഇന്റർനാഷണൽ ഡേ ഫോർ ദി എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ. മാർച്ച് 23 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ. മാർച്ച് 24 വേൾഡ് TB ഡേ ആൻഡ് ഇന്റർനാഷണൽ ഡേ ഫോർ അച്ചീവേഴ്സ്. യെസ്. എന്തുവാ ഈ അച്ചീവേഴ്സ് എന്ന് പറഞ്ഞാൽ? നേടുന്നവരെന്നാണോ? വിജയികളുടെ ദിവസമാണ് മാർച്ച് 20. ആരുടെ ദിവസമാണ്? വിജയികളുടെ ദിവസം. മാർച്ച് 20 ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ ദിവസം. മനസ്സിലായി? മാർച്ച് 20 മാർക്കൂല. ഓക്കെ, സാർ ഒരു സജഷൻ പറഞ്ഞോട്ടെ. ആ, ഇനി ബാക്കിയുള്ള 2 പേജിലേ ആ, നാളെ എടുത്തൂടെ? വേറെ പോർഷൻ എടുക്കോ? അതിനാ എല്ലാ ഡേയും കൂടി ക്ലാഷ് ആയി പോകും നാളെ പഠിക്കുമ്പോ. മക്കളെ, നമ്മൾ ഉദ്ദേശിക്കണക്കല്ല, നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു മനുഷ്യന്റെ പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യാനാണ് നമ്മൾ കോടതി പോകുന്നത്. അവൻ നമുക്ക് കൊണ്ടുവന്ന ഒരു 5000 രൂപ തന്നെന്ന് വെച്ചോ, അല്ലെ 10 രൂപ തന്നെന്ന് വെച്ചോ, വേറെ എങ്ങും പോയാൽ അവന് ഒരമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ പോലും നടക്കാത്ത കാര്യത്തിനാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. വി ഷുഡ് പ്രാക്ടീസ്. നമ്മുടെ മണ്ട പ്രവർത്തിക്കണം. മണ്ട. അതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് എല്ലാം ഒരുമിച്ചങ്ങ് തരിക എന്നുള്ളതാണ്.
യെസ്. ഏപ്രിൽ 2 എന്താണ്? വായിക്കുമോളെ. അഖില പോയോ? ഉണ്ടല്ലോ. ഏപ്രിൽ. ഉം. അവിടെ കറണ്ട് പോയി സാർ, ഞാൻ ഫോണിന്റെ ഫ്ലാഷ് അടിച്ചു. ആഹാ, എങ്കിൽ ഞാൻ വായിക്കാൻ കേട്ടിട്ടുണ്ടോ? ആ, വേൾഡ് ഓസ്റ്റിം അവയർനെസ് ഡേ. ഏപ്രിൽ 1 ഏതാ അറിയാമോ? ഏപ്രിൽ ഏപ്രിൽ ഫൂൾ. ഏപ്രിൽ 2 വേൾഡ് ഓസ്റ്റിം അവയർനെസ് ഡേ. അടുത്തത് എന്താണ്? ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ബുക്ക് ഡേ. അന്തർദേശീയ തലത്തിലുള്ള ബാലസാഹിത്യം ഒന്ന് കേട്ടിട്ടുണ്ടോ? ആ, കുട്ടികളുടെ സാഹിത്യ ശാഖ, അതിൻ്റെ പുസ്തകത്തിൻ്റെ ദിവസമാണ് ഏപ്രിൽ 2. അടുത്തത് ഏപ്രിൽ 4 ഇന്റർനാഷണൽ ഡേ ഫോർ മൈൻ അവയർനെസ് ആൻഡ് അസിസ്റ്റൻസ് ഇൻ മൈൻ ആക്ഷൻ. മൈൻ അവയർനെസ്, മൈൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മൈൻ ഫീൽഡ് അറിയില്ലേ? മൈൻ. ആ. യെസ്. അടുത്തത് നാഷണൽ മാരിടൈം ഡേ. എന്തുവാ മാരിടൈം എന്ന് പറഞ്ഞാൽ? കടലിനെ സമുദ്രത്തെ സംബന്ധിക്കുന്ന ദിവസം. ഏപ്രിൽ 5. ഏപ്രിൽ 6 ഇന്റർനാഷണൽ ഡേ ഫോർ സ്പോർട്സ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് പീസ്. പുരോഗതിയും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള സ്പോർട്സ് ദിവസമാണ് കേട്ടോ. സ്പോർട്സ് ദിവസം. അടുത്തത് ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ, ലോക ആരോഗ്യ ദിനം. ഇന്റർനാഷണൽ ഡേ ഫോർ റിഫ്ലക്ഷൻ ഓൺ ജനോസൈഡ് ഇൻ റൗണ്ട. അത് വേൾഡ് ഹെൽത്ത് ഡേ ആയതുകൊണ്ടാണ് ഇന്റർനാഷണൽ ഡേ ഫോർ റിഫ്ലക്ഷൻ ഓഫ് ജനോസൈഡ്. എന്തോ ജനോസൈഡ്? മാസ് കില്ലിംഗ്, വംശഹത്യ കേട്ടോ. ഏപ്രിൽ 7 എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഡേ ഫോർ റിഫ്ലക്ഷൻ ഓഫ് വംശഹത്യക്കെതിരെയുള്ള ദിവസമായിട്ടും ഏപ്രിൽ 7 ആഘോഷിക്കുന്നു. അടുത്തത് ഏപ്രിൽ 7 ടു ഏപ്രിൽ 14 ഏതാണ്? ഹാൻഡ്ലൂം വീക്ക് ഇൻ ഇന്ത്യ. എന്തുവാ ഹാൻഡ്ലൂം? കൈത്തറി. ഹാൻഡ് കൈ, ലൂമ് തറി, കൈത്തറി ദിവസം. ഏപ്രിൽ 10 വേൾഡ് ഹോമിയോപ്പതിക് ഡേ. ലോകത്ത് ഹോമിയോപ്പതി മരുന്നിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുന്ന ദിവസമാണ് ഏപ്രിൽ 10. ഏപ്രിൽ 11 ഇന്റർനാഷണൽ ഡേ ഫോർ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഡേ. അടുത്തെന്താണ്? ഇന്റർനാഷണൽ ഡേ ഫോർ സ്ട്രീറ്റ് ചിൽഡ്രൻസ് ഡേ. തെരുവ് കുട്ടികളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദിവസമാണ് ഏതാ? ഏപ്രിൽ 12. രണ്ടാമത് ഇന്റർനാഷണൽ ഡേ ഫോർ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്, മനുഷ്യൻ സ്പേസിലേക്ക് യാത്ര ചെയ്യുന്ന ദിവസത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഏപ്രിൽ 12 ഉള്ളത്. അടുത്തത് ഏപ്രിൽ 13 ഏതാണ്? ജാലിയൻവാലാബാഗ് മസാക്രി. യെസ്, 1919 ഏപ്രിൽ 13-ാം തീയതി കേണൽ ടയർ അല്ലേ? ജാലിയൻവാലാബാഗ്. അത് തന്നെ, കേണൽ ടയർ, മൈക്കിൾ ഒ ടയർ. അടുത്തത് ഏപ്രിൽ 17 ഏതാ? വേൾഡ് ഹീമിയോഫീലിയ ഡേ. ഏപ്രിൽ 18 വേൾഡ് ഹെറിറ്റേജ് ഡേ. എന്ത് ദിവസമാണ്? ഹെറിറ്റേജ് ഡേ. പാരമ്പര്യമായി നിലനിൽക്കുന്നതെല്ലാം സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന ദിവസം, വേൾഡ് ഹെറിറ്റേജ്. 14 മുതൽ 20 വരെ ഫയർ സർവീസ് വീക്ക് ഇൻ ഇന്ത്യ. അഗ്നി സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രദർശനവും അതിൻ്റെ അവയർനെസ്സും കൊടുക്കുന്ന ദിവസമാണ് ഏപ്രിൽ 14 മുതൽ 20 വരെ ഫയർ സർവീസ് വീക്കായി ആചരിക്കുന്നു. ഓക്കെ. അടുത്തത് ഏപ്രിൽ 22 ഇന്റർനാഷണൽ എന്ത് ഡേ? മദർ എർത്ത് ഡേ. ഭൂമി മാതാവിൻ്റെ അന്തർദേശീയ ദിവസമാണ് ഏപ്രിൽ 22, ഇന്റർനാഷണൽ മദർ എർത്ത് ഡേ. ഏപ്രിൽ 23 വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ.
ലോക പുസ്തക ദിനം. ലോക പുസ്തകങ്ങൾ കോപ്പിറൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അവയർനെസ് ഉള്ള ദിനം. അടുത്തെന്തുവാ? ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ, April 23. ഓക്കെ. അടുത്ത് April 24, വുമൻസ് പൊളിറ്റിക്കൽ എംപവർമെന്റ് ഡേ ഇൻ ഇന്ത്യ. എന്ത് ഡേ? വിമൻസ് എംപവർമെന്റ്. പൊളിറ്റിക്കൽ എംപവർമെന്റ്. എന്തുവാ എംപവർമെന്റ്? ശാക്തീകരണം. പൊളിറ്റിക്കൽ എംപവർമെന്റ്, രാഷ്ട്രീയ ശാക്തീകരണ ദിവസം. മറന്നു പോകരുത് കേട്ടോ. April 24. അടുത്ത April 25, വേൾഡ് മലേറിയ ഡേ. ഈ മലേറിയയുടെ ഒരു പുതിയ പതിപ്പാണ് കൊറോണ എന്നാ പറയുന്നത് കേട്ടോ. വേൾഡ് മലേറിയ ഡേ. അടുത്തത് April 26, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ. എന്തുവാ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി? ബൗദ്ധിക സ്വത്തവകാശം. എന്തവകാശം? ബൗദ്ധിക സ്വത്തവകാശം. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ടാക്കിയത് ബൗദ്ധിക സ്വത്താണ്. നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ മീറ്റ് ഒരു വേറൊരു ബൗദ്ധിക സ്വത്താണ്. മനസ്സിലായോ? അടുത്തത് April 26 കഴിഞ്ഞു അല്ലേ? April 28, വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക്. ജോലി സ്ഥലങ്ങളിൽ സേഫ്റ്റി, സുരക്ഷിതത്വവും ആരോഗ്യവും സംരക്ഷിക്കണം എന്നുള്ള ഡേ ആണ് April 28. അടുത്ത April 29, ഡേ ഓഫ് റിമെമ്പറൻസ് ഫോർ ഓൾ വിക്ടിംസ് ഓഫ് കെമിക്കൽ വാർഫെയർ ആൻഡ് ഇന്റർനാഷണൽ ഡാൻസ് ഡേ. April 29 എന്ന് പറഞ്ഞാൽ ആദ്യം പഠിക്കേണ്ടത് ഇന്റർനാഷണൽ ഡാൻസ് ഡേ ആണ്. അന്തർദേശീയ തലത്തിൽ ഡാൻസിന് വേണ്ടി ഒരു ദിവസം April 29. അടുത്ത എന്ത് പറയണം? വിക്ടിംസ് ഓഫ് കെമിക്കൽ വാർഫെയർ, രാസായുധ പ്രയോഗത്തിൽ വിക്ടിമായവരെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ദിവസമാണ് April 29. ഒരു തരത്തിൽ പറഞ്ഞാൽ കൊറോണ ഒരു രാസായുധമായിരിക്കും അല്ലേ? April 30 എത്രയാണ്? ഇന്റർനാഷണൽ ജാസ് ഡേ. ജാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജാസ് ഒരു തരം സംഗീത വിഷയമാണ് അല്ലേ? സംഗീതം, ജാസ്. അടുത്തത് April 24 to April 30, വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്ക്. ലോകത്തെ ഇമ്മ്യൂണൈസേഷൻ. എന്തുവാ ഇമ്മ്യൂണൈസേഷൻ? പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക അല്ലേ? പ്രതിരോധ ശക്തി അല്ലേ? അതാണ് ഒരു ലാസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിലിന്റെ അവസാനത്തെ മാസം നമ്മൾ എന്തിരിക്കും? കുട്ടികൾക്കെല്ലാം കുത്തിവെപ്പ് എടുക്കണമെന്ന് പറയും അല്ലേ? അല്ലേ? പ്രതിരോധ കുത്തിവയ്പ് ദിനം. അതെ. അപ്പോ അഖില മോളൊന്ന് വായിച്ചു കേൾക്കട്ടെ. April 2, വേൾഡ് Autism Awareness Day, International Children Book Day. April 4, International Day for Mind Awareness and Assistance in Mind Action. April 5, National Maritime Day. April 6, International Day of Sport for Development and Peace. April 7, World Health Day, International Day of Reflection on the Genocide in Rwanda. April 7 to 14, Handloom Week, India. April 10, World Homeopathy Day. April 11, National Safe Motherhood Day. April 12, International Day of Human Space Flight, International Day for Street Children. April 13, Jallianwala Bagh Massacre. April 17, World Hemophilia Day. April 18, World Heritage Day. April 14 to 20, Fire Service Week. April 22, International Mother Earth Day. April 23, World Book and Copyright Day, English Language Day. April 24, Women's Political Empowerment Day. April 25, World Malaria Day. April 26, World Intellectual Property Day. April 28, World Day for Safety and Health at Work. April 29, Day of Remembrance for all victims of chemical warfare, International
Dance Day. April 30, International Jazz Day. April 24 to 30, World Immunization Week. Last week of April. Yes, சரியா. A- April. April 2nd, World Autism Awareness Day, International Children's Book Day. A- April 4, International Day for Mine Awareness and Assistance in Mine Action. 5, National Maritime Day. April 6th, International Day of Sports for Development and Peace. April 7th, World Health Day, International Day of Reflection on the Genocide in Rwanda. April 7th to 14th, Handloom Week. April 10th, World Homeopathy Day. April 11th, National Safe Motherhood Day, India. April 12th, International Day of Human Spaceflight, International Day for Street Children. April 13th, Jallianwala Bagh Massacre, India. April 17th, World Hemophilia Day. April 18th, World Heritage Day. April 14 to 20, Fire Service Week in India. April 22, International Mother Earth Day. April 23rd, World Book and Copyright Day, English Language Day. April 24th, Women's Political Empowerment Day in India. April 25, World Malaria Day. April 26th, World Intellectual Property Day. April 28th, World Day for Safety and Health at Work. April 29, Day of Remembrance for all victims of chemical warfare, International Dance Day. April 30th, International Jazz Day. April 24 to 30, World Immunization Week, last week of April. Yes. Any doubt? ഇല്ല സർ. Yes. ഇല്ല. ഇല്ല. ഇപ്പൊ മെയ് എന്ന് വായിച്ചേ മോളെ. May 1st, International Labor Day. May 3, World Press Freedom Day. May 4, Coal Miners Day. May 8, World Red Cross Day. May 10, World Migratory Bird Day. May 11, National Technology Day. Nuclear tests were successfully conducted at Pokhran on 11th May 1998. May 12, International Nurses Day. May 14, World Migratory Day. May 15, International Day of the Family. May 17, World Information Society Day and World Hypertension Day. May 21, Anti-Terrorism Day. May 22, Global Biodiversity Day. May 31, World No Tobacco Day. Yes. ശരി മോളെ. May 1st, International Labor Day. May 3rd, World Press Freedom Day. May 4th, Coal Miners Day. May 8th, World Red Cross Day. May 10th, World Migratory Bird Day. May 11th, National Technology Day. Nuclear tests were successfully conducted at Pokhran on 11th May 1998. May 12th, International Nurses Day. May 14th, World Migratory Day. May 15th, International Day of the Family. May 17th, World Information Society Day, World Hypertension Day. May 21st, Anti-Terrorism Day. May 22nd, Global Biodiversity Day. May 31st, World No Tobacco Day. യെസ്. ഏതെങ്കിലും എക്സ്പ്ലനേഷൻ വേണോ? ഹലോ. വേണ്ട. ഈ മെയ് 31 അറിഞ്ഞിരിക്കാൻ പെട്ടെന്നൊരു മാർഗമുണ്ട്. എന്താണെന്നറിയോ? എന്താ? ഞാൻ നമ്മുടെ നാട്ടിലുള്ള സ്കൂളിലെ ചെറിയ പിള്ളേരെ എല്ലാം റോഡിൽ കൂടെ നടക്കുന്നു. നോൺ ടൊബാക്കോ ഡേയുടെ പ്രചരണത്തിന് വേണ്ടിയേ. ഓ, അത് ശരി. പിള്ളേരെല്ലാം പ്ലക്കാർഡും പിടിച്ചോണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയല്ലേ.
പിന്നെ മെയ് 21 ആൻറ്റി ടെററിസം ഡേ. അടുത്ത ജൂൺ എന്തുവാ പ്രത്യേകത? ജൂൺ 5. ജൂൺ 5ന്റെ പ്രത്യേകത എന്താ? വേൾഡ് എൻവയോൺമെന്റ് എൻവയോൺമെന്റൽ ഡേ. ഡേ. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ അത്. ആ അതിലൊന്ന് വായിച്ചേ കേൾക്കട്ടെ. June 5, World Environment Day. June 7, International Level Crossing Awareness Day. June 8, World Ocean Day. June 12, World Day Against Child Labor. June 14, World Blood Donor Day. June 15, World Elder Abuse Awareness Day. June 17, World Day to Combat Desertification and Drought. June 19, International Day for the Elimination of Sexual Violence in Conflict. June 20, World Refugees Day. June 21, International Yoga Day and World Hydrography Day. June 23, United Nations Public Service Day and International Widows Day, International Olympic Day. June 25, World Day of the Seafarer. June 26, International Day Against Drug Abuse and Illicit Trafficking. June 29, National Statistics Day. ആ ശരിയാ. Sir. June 5, World Environment Day. June 7th, International Level Crossing Awareness Day. June 8th, World Oceans Day. June 12th, World Day Against Child Labor. June 14th, World Blood Donor Day. June 15th, World Elder Abuse Awareness Day. June 17th, World Day to Combat Desertification and Drought. June 19th, International Day for Elimination of Sexual Violence in Conflict. June 20, World Refugee Day. June 21st, International Yoga Day, World Hydrography Day. June 23rd, United Nations Public Service Day, International Widows Day, International Olympic Day. June 25th, World Day of the Seafarer. June 26th, International Day Against Drug Abuse and Illicit Trafficking. June 29th, National Statistics Day. യെസ്. ഏതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണം അതിനകത്ത്. June June 25. 25. Same. 25 വേൾഡ് ഡേ ഓഫ് സീഫാറർ. സീഫാറർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇല്ല. കടലിൽ മത്സ്യകൃഷി ചെയ്യുന്നവരുടെ പേരാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കിയേക്കാം. സീഫാറർ, എ പേഴ്സൺ ഹൂസ് റെഗുലർലി ട്രാവൽസ് ബൈ സീ. അത് മത്സ്യകൃഷിയല്ല കേട്ടോ, യാത്ര ചെയ്യുമ്പോൾ ബന്ധപ്പെട്ടതാ. എ സെയിലർ, ദ ഷിപ്പിംഗ് സബ്സിഡിയറി ആൻഡ് എംപ്ലോയീസ് അബൌട്ട് 800 സീ ഫാറേഴ്സ് ആൻഡ് 150 ഷോർ ഫാറേഴ്സ് ആർ ദെയർ. അപ്പോൾ 180 പേരാണ് ലോകത്തിൽ സ്ഥിരമായി കടലിലൂടെ യാത്ര ചെയ്യുന്നത് കേട്ടോ. അവരുടെ ദിവസമായിട്ടാണ് ജൂൺ 25 ആഘോഷിക്കുന്നത്. ഓക്കെ, ശരി. ജൂലൈ കറണ്ട് വന്നോ അവിടെ? യെസ്, വായിച്ച കേൾക്കട്ടെ. July 1, National Doctors Day. July 11, World Population Day. July 12, Malala Day. July 15, World Youth Skills Day. July 18, Nelson Mandela International Day. July 26, Kargil Victory Day. July 28, World Hepatitis Day. Hepatitis Day. World Nature
Conservation Day. July 29, International Tiger Day. Yes. July. Hmm. July 1, National Doctors Day. July 11th, World Population Day. July 12th, Malala Day. July 15th, World Youth Skills Day. July 18th, Nelson Mandela International Day. July 26th, Kargil Victory Day. July 28th, World Hepatitis Day, World Nature Conservation Day. July 29th, International Tiger Day. Yes. Any explanation? വേണ്ട. വേണ്ട. ഓഗസ്റ്റ് നോക്കൂ. ഓഗസ്റ്റ് കുറച്ചേ ഉള്ളൂ. ഏതാ? ഓഗസ്റ്റ് 7 നാഷണൽ ഹാൻഡ്ലൂം ഡേ. ഇപ്പം നമ്മൾ പഠിച്ചായിരുന്നല്ലോ ഹാൻഡ്ലൂമായി ബന്ധപ്പെട്ട്. നേരത്തെ പറഞ്ഞല്ലോ കൈത്തറി. അത് നാഷണൽ ആണോ? അല്ല, അത് ഇന്റർനാഷണൽ ആണ്. അല്ല. ഏഴ് ദിവസമാണ് ഇന്റർനാഷണൽ ഹാൻഡ്ലൂം ഡേ. 7 to തന്നെയാണ്, 7 to 14 ആണ്. യെസ്. April 7 to 14. യെസ്. നമ്മള് ഏപ്രിലല്ലേ പഠിച്ചോണ്ടിരിക്കുന്നേ? അല്ല, മെയ് ഓഗസ്റ്റ് ആണ് വായിക്കുന്നത്. യെസ്. ഓഗസ്റ്റ് 7 നാഷണൽ ഹാൻഡ്ലൂം ഡേ. പറഞ്ഞു പോകരുത്, കൺഫ്യൂഷൻ ആവരുത്. അടുത്തത് ഓഗസ്റ്റ് 9 ഇന്റർനാഷണൽ ഡേ ഫോർ വേൾഡ്സ് ഇൻഡിജീനസ് പേഴ്സൺ. എന്തുവാ ഇൻഡിജീനസ്? സ്വയം പര്യാപ്തത എന്നാണോ അർത്ഥം? സ്വയം പര്യാപ്തത എന്നൊരർത്ഥമുണ്ട്. നോക്കൾ ഇൻഡിജീനസ്. ഇൻഡിജീനസ് മീനിങ് എന്താണ്? ഒറിജിനേറ്റിംഗ് ഓർ ഒക്കറിംഗ് നാച്ചുറലി ഇൻ എ പർട്ടിക്കുലർ പ്ലേസ് ഓർ നേറ്റീവ്. സ്വദേശി. സ്വദേശിയായതും ആയ വിഷയങ്ങളെ ക്രോഡീകരിച്ച് നിൽക്കുന്നതാണ് ഇൻഡിജീനസ്. ഒറിജിനേറ്റിംഗ് ഓർ ഒക്കറിംഗ് നാച്ചുറലി ആൻഡ് പർട്ടിക്കുലർ പ്ലേസ് ഓർ നേറ്റീവ്. യഥാർത്ഥത്തിൽ സ്വദേശിവാദമാണ് ഇൻഡിജീനസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ഓഗസ്റ്റ് വേൾഡ് ബയോ ഫ്യൂവൽ ഡേ. എന്താണ് ബയോ ഫ്യൂവൽ? ബയോഫ്യൂവൽ എന്ന് വെച്ചാൽ എന്താ? ബയോഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നില്ലേ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതി വാതകം, ബയോഗ്യാസ്. അതുപോലുള്ള ഫ്യൂവലിന്റെ ഒക്കെ ദിവസമാണ് ഓഗസ്റ്റ് 10. ഓഗസ്റ്റ് 12 ഇന്റർനാഷണൽ യൂത്ത് ഡേ. നാഷണൽ യൂത്ത് ഡേ ആരുടെ ജന്മദിനോ? മക്കളെ, നാഷണൽ യൂത്ത് ഡേ ദിവസമാണ് സ്വാമി വിവേകാനന്ദന്റെ ബർത്ത്ഡേ ആണ് അല്ലേ? ഇന്റർനാഷണൽ യൂത്ത് ഡേ ഏതാണ്? ഓഗസ്റ്റ് 12 ആണ്. ഓഗസ്റ്റ് 15 എന്താണ്? ഇൻഡിപെൻഡൻസ് ഡേ. ഓഗസ്റ്റ് 23 ഏതാണ്? ഇന്റർനാഷണൽ ഡേ ഫോർ റിമെമ്പറൻസ് ഓഫ് സ്ലേവ് ട്രേഡ് ആൻഡ് ഇൻഡീസ് അബോളിഷൻ. അടിമ വ്യാപാരവും അതിൻ്റെ നിർത്തലാക്കലെയും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഓഗസ്റ്റ് 23 അല്ലേ? അടുത്തത് ഓഗസ്റ്റ് 29 നാഷണൽ സ്പോർട്സ് ഡേ. ദേശീയ എന്ത് ദിവസം? സ്പോർട്സ് ദിവസം. ആരുടെ ബർത്ത്ഡേ ആണ്? ധ്യാൻ ചന്ദിന്റെ ബർത്ത്ഡേ. ഓക്കെ, വായിച്ചേ കേക്കട്ടെ. August 7 National Handloom Day. August 9 International Day of the World's Indigenous People. August 10 World Biofuel Day. August 12 International Youth Day. August 15 Independence Day. August 23 International Day for the Remembrance of the Slave Trade and its Abolition. August 29 National Sports Day. Birthday of Dhyan Chand. Yes. August 7th
National Handloom Day. August 9th, International Day of the World Indigenous People. August 10th, World Biofuel Day. August 12th, National Youth Day. August 15th, Independence Day. August 23rd, International Day for the Remembrance of Slave Trade and its Abolition. August 29th, National Sports Day, birthday of Dhyan Chand. യെസ്, അടുത്ത ഏതാ? സെപ്റ്റംബർ. വായിച്ച മക്കളെ. September 5, Teachers Day, Dr. Sarvepalli Radhakrishnan's birth anniversary, International Day of Charity. യെസ്. September 8, International Literacy Day. September 14, Hindi Day. September 15, Engineers Day. Moksha Gundam Vishwasaraya birthday. September 16, World Ozone Day. September 21, International Day of Peace and World Alzheimer's Day. September 27, World Tourism Day. September 28, World Rabies Day. September 29, World Heart Day. September 30, International Translation Day. യെസ്. September 5, Teachers Day, Dr. Sarvepalli Radhakrishnan's birth anniversary, International Day of Charity. September 8th, International Literacy Day. September 14th, Hindi Day. September 15th, Engineers Day, Moksha Gundam Vishweswaraya's birthday. September 16th, World Ozone Day. September 21st, International Day of Peace and World Alzheimer's Day. September 27th, World Tourism Day. September 28th, World Rabies Day. September 29th, World Heart Day. September 30, International Translation Day. അത് എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണ്ട. ഒക്ടോബർ നോക്കിയേ. October 1st. മോള് വായിച്ചേ. ഒക്ടോബർ. October 1, International Day of Older Persons and World Vegetarian Day. October 2, Gandhi Jayanti, International Day of Non-Violence. October 4, World Animal Day. October 5, World Teachers Day. October 8, Indian Air Force Day. October 9, World Post Day. October 11, International Girl Child Day. October 12, World Arthritis Day. October 14, World Standards Day. October 15, World Students Day and Global Hand Washing Day. October 16, World Food Day. October 17, International Day for the Eradication of Poverty. October 20, World Statistics Day. October 24, United Nations Day. October 31, World Thrift Day, National Unity Day, രാഷ്ട്രീയ ഏകതാ ദിവസ്, സർദാർ വല്ലഭായ് പട്ടേൽസ് ബർത്ത്ഡേ. യെസ്. ഏതെങ്കിലും എക്സ്പ്ലനേഷൻ വേണോ അതിനകത്ത്? വേണ്ട. October 12 എന്താ സർ? ഒക്ടോബർ 12. ആർത്രൈറ്റിസ്. എന്തോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എല്ലിന് തേയ്മാനം വരുന്ന അസുഖം. യെസ്, ആർത്രൈറ്റിസ്. ലോകത്തെ ആർത്രൈറ്റിസ് ഡേ. അതിനു വേണ്ടി ഒരു ദിവസം, എല്ലിൻ്റെ ആരോഗ്യം. ഓക്കെ. അടുത്ത നവംബർ. വായിച്ച മോളെ. ഒക്ടോബർ ചേച്ചി വായിച്ചില്ലല്ലേ? ആ, ഇദ്ദേഹം വായിച്ചതല്ലേ? ഇല്ല. വായിക്കൂ. October 1st, International Day of Older Persons, World Vegetarian Day. October 2nd, Gandhi Jayanti, International Day of Non-Violence. October 4, World Animal Day. October 5, World Teachers Day. October 8, Indian Air Force Day. October 9th, World Post Day. October 11th, International Girl Child Day. October 12th, World Arthritis Day. October 14th, World Standards Day.
15th, World Students Day, Global Hand Washing Day. October 16th, World Food Day. October 17th, International Day for the Eradication of Poverty. 20th, World Statistics Day. 24th, United Nations Day. October 31st, World Thrift Day, National Unity Day. Rashtriya Ekata Divas. Sardar Vallabhbhai Patel's birthday. ഈ സർദാർ വല്ലഭായ് പട്ടേയുടെ ബർത്ത്ഡേ ആണ് രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നത്. ആ മനസ്സിലായോ? ആ അത് അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രതിമ. ആ രാഷ്ട്രീയ ഏകതാ ദിവസ്. സ്റ്റാച്യു ആണത് കേട്ടോ. ഉം. ഇപ്പൊ നവംബർ ഒന്ന് വായിച്ചേ കേട്ടെ. November Vegan Day. November 10 World Science Day for Peace and Development. November 11 National Education Day, birthday of Maulana Abul Kalam Azad, the first education minister of independent India. November 12 World Pneumonia Day. November 14 Children's Day, birth anniversary of Jawaharlal Nehru, World Diabetes Day. November 16 International Day for Endurance Tolerance. International Students Day, National Journalism Day. November 18 World Adult Day. November 19 World Citizen Day, International Men's Day, World Toilet Day. November 20 Universal Children's Day. November 21 World Television Day, World Fisheries Day. November 25 International Day for the Elimination of Violence Against Women. November 26 Law Day, Constitution Day. November 30 Computer Security Day. യെസ്. എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണോ മോളെ അതിനകത്ത്? നോക്കട്ടെ. November 16th. 16 അല്ലേ? ആ ഇന്റർനാഷണൽ ഡേ ഫോർ എൻഡ്യൂറൻസ് ആൻഡ് ടോളറൻസ്. എന്തോ ടോളറൻസ്? സഹന ദിവസം. സഹന സമരസ സഹന സമരവേദിയിൽ ജനതയൊത്തുചേരുകിൽ. ഓക്കെ. അതാണ് സഹന ദിവസം, ടോളറൻസ്. ഓക്കെ, വേറെ ഏതെങ്കിലും? വായിക്കട്ടെ. യെസ്, വായിച്ചു നോക്കട്ടെ. ആ November 1st World Vegan Day. November 10th World Science Day for Peace and Development. November 11th National Education Day, birthday of Maulana Abdul Kalam Azad, the first education minister of independent India. November 12th World Pneumonia Day. 14th Children's Day, birth anniversary of Jawaharlal Nehru, World Diabetes Day. 16th International Day for Endurance or Tolerance. November 17th International Students Day and National Journalism Day. November 18th World Adult Day. November 19th World Citizen Day, International Men's Day, World Toilet Day. November 20 Universal Children's Day. November 21st World Television Day, World Fisheries Day. November 25th International Day for the Elimination of Violence Against Women. November 26th Law Day, Constitution Day. November 30 Computer Security Day. യെസ്. ഏതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണോ ഇനി? വേണ്ട. യെസ്. അപ്പോൾ ലാസ്റ്റ് മന്ത് വായിച്ചേ കേൾക്കട്ടെ. December 1st World AIDS Day. December 2 World Computer Literacy Day and World Pollution Prevention Day. December 3 World Disabled Day. December 4 Navy Day. December 6 Ambedkar Remembrance Day, Mahaparinirvana Divas. December 7 International Civil Aviation Day. December 9 the International Day Against Corruption. December 10 Human Rights Day and International Broadcasting. December 11 International Mountain Day. December 14 World Energy Day. December 18 International Migrants Day. December 19 Goa's Liberation Day. December 20 International Human Solidarity Day. December 22 National Mathematics Day, birthday of Srinivasa Ramanujan. December 25 Good Governance Day, Hari Vajpayee's birthday and Christmas.
December 26, Boxing Day. December 1st, World AIDS Day. December 2nd, World Computer Literacy Day. World Pollution Prevention Day. December 3rd, World Disabled Day. December 4th, Navy Day. December 6th, Ambedkar Remembrance Day. Mahaparinirvan Divas. December 7th, International Civil Aviation Day. December 9th, International Day Against Corruption. 10th, Human Rights Day, International Day of Broadcasting. 11th, International Mountain Day. December 14th, World Energy Day. 18th, International Migrants Day. 19th, Goa's Liberation Day. December 20, International Human Solidarity Day. December 22, National Mathematics Day, birthday of Srinivasa Ramanujan. December 25th, Good Governance Day, Atal Bihari Vajpayee's birthday and Christmas. 26th, Boxing Day. യെസ്, അപ്പോൾ ഡേയ്സ് കഴിഞ്ഞു അല്ലേ? ആ Mm.